ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ തുടരുകയാണ്. രഞ്ജിത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടേഴ്സിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് രഞ്ജിത്തിന്റെ മൊഴി. രഞ്ജിത്തിനെതിരെ തെളിവുകളുണ്ടെന്ന് അന്വേഷണ സംഘം. സംഭവ സമയത്ത് സിനിമാ ലൊക്കേഷനിലുണ്ടായിരുന്നവരെ വിശദമായി ചോദ്യം ചെയ്യും. വിപിൻ സി വിജയൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് ചേരുന്നു. വിപിൻ, ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്ത്. രക്തസമ്മർദ്ദം ഉയർന്നു, അത് കുറയുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ രഞ്ജിത്തിന്? അത് സംബന്ധിച്ച് എന്താണ് ഡോക്ടേഴ്സും പോലീസും നൽകുന്ന വിവരം? ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. സിനിമാ മേഖലയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു അറസ്റ്റാണ് ഇന്നലെ രാത്രി ഉണ്ടായിരിക്കുന്നത്. നടനും സംവിധായകനുമായിട്ടുള്ള രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. അതിനുശേഷം ഏകദേശം ഒരു 1:15 കൂടിയാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. തൊടുപുഴയിൽ വെച്ചായിരുന്നു ഈ അറസ്റ്റ് ഉണ്ടായത്. അതിനുശേഷം കൊച്ചിയിലേക്ക് എത്തിച്ച സമയത്ത് തന്നെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ സമയത്താണ് ഉയർന്ന രക്തസമ്മർദ്ദം കാണിച്ചത്. ഈ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടില്ല. ഉയർന്ന രക്തസമ്മർദ്ദവും ഒപ്പം തന്നെ ECGയിൽ വേരിയേഷൻ, ഇത് രണ്ടുമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പരിശോധനയ്ക്കായി ഇവിടെ തന്നെ ചികിത്സ തുടരുകയും ചെയ്യുന്നത്. ഇനി മറ്റ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുകയും ചെയ്യുന്നത്. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. മറ്റൊന്നുള്ളത്, ECG ഉൾപ്പെടെയുള്ളവ എടുക്കാനുണ്ട്. അതായത് ബ്രെയിനിൻ്റെ ECG ഉൾപ്പെടെ എടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ ഈ രക്തസമ്മർദ്ദം താഴുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ രഞ്ജിത്ത് നേരിടുന്നൊരു ഒരു പ്രശ്നമുള്ളത്. അതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ 5 മണിക്കൂറായി ജനറൽ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ കഴിയുകയാണ് രഞ്ജിത്ത്. ഇനി ഇതിന് ശേഷം ഇങ്ങോട്ടേക്ക് മജിസ്ട്രേറ്റ് വരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം ആദ്യം കൊച്ചിയിലെ തന്നെയുള്ള വനിതാ പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ മനസ്സിലായത്. പക്ഷേ അതിനുശേഷം ഈ രക്തസമ്മർദ്ദമൊക്കെ കാണിച്ചതിനെ തുടർന്ന് വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ മജിസ്ട്രേറ്റ് ഇങ്ങോട്ടേക്ക് വന്ന് മറ്റ് നടപടികൾ പൂർത്തിയാക്കുകയായിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്തായാലും ഇന്നലെ ഏകദേശം 9-10 മണിയോടുകൂടിയായിരുന്നു തൊടുപുഴയിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലാവുന്നത്. ഇത് ജനുവരി 8-ാം തീയതി നടന്നിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമ പരാതിയാണ്. അത് ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിൽ വെച്ച് ആയിരുന്നു ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമ പരാതി ഉയരുന്നത്. കാരവനിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പരാതിയുടെ ഒരു സ്വഭാവമുള്ളത്. അതിനുശേഷം ഈ അവിടെ തന്നെ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റിക്ക് ഈ പരാതി നൽകുകയും അതിൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടൊരു പുരോഗതി കാണാത്തത് കൊണ്ടായിരിക്കാം പിന്നീട് ആ പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. ഈ പെൺകുട്ടി DGPക്ക് പരാതി നൽകിയതിന് ശേഷം അത് കൊച്ചിയിലെ കമ്മീഷണർക്ക് കൈമാറുന്നു. അതിനുശേഷം DCP ജിജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രാഥമികമായി അന്വേഷിക്കുകയും അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി അതൊരു അറസ്റ്റിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. മാർച്ച് 27-നാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അന്ന് മുതൽ തന്നെ പോലീസിന്റെ ഒരു സർവൈലൻസിൽ ഒരു റഡാറിലായിരുന്നു രഞ്ജിത്ത് എന്നുള്ളതാണ്. അങ്ങനെ കോട്ടയത്ത് നിന്ന് പോലീസ് പിന്തുടരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം തൊടുപുഴയിലേക്ക്, ഒരുപക്ഷെ കട്ടപ്പനയിലുള്ള സുഹൃത്തിൻ്റെയൊക്കെ വീട്ടിലേക്ക് അവിടുന്ന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. ഈ സിനിമാ സെറ്റിൽ തന്നെയുള്ള താരങ്ങൾക്കൊപ്പമായിരുന്നു തൊടുപുഴയിലേക്ക് പോകാതിരുന്നത്. ഈ സമയത്ത് കാർ തടഞ്ഞു നിർത്തുകയും അതിൽ നിന്ന് പുറത്തിറക്കി അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഇവിടെ നിന്നും, അതായത് തൊടുപുഴയിലേക്ക് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് പോയി അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഇനി മറ്റ് നടപടികൾ, അതായത് രഞ്ജിത്ത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് നിഷേധിക്കുകയാണ്, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ അന്വേഷണ സംഘം അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ട് സിനിമാ മേഖലയുടെ സെറ്റിലുകളിലേക്ക് ഈ ഒരു പരിശോധന നീളാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അങ്ങനെ എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളതിൽ കുറച്ചുകൂടി വ്യക്തത പോലീസ് എടുക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രഞ്ജിത്തിന്റെ ഒരു പ്രാഥമിക മൊഴി എന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. ഇതിനു മുൻപും ഇത്തരത്തിൽ സമാന രീതിയിലുള്ള 2 പരാതികൾ രഞ്ജിത്തിനെതിരെ ഉയർന്നാണ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അത് കോടതി ആ കേസുമായി ബന്ധപ്പെട്ട് റദ്ദാക്കിയിരുന്നു. ഒരു ബംഗാളി നടിയുടെ ഒരു പരാതി ഉണ്ടായിരുന്നു. പിന്നീട് അവർ തന്നെ അതിന് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് അത് കോടതിയിൽ നിന്ന് തന്നെ കോഷ് ചെയ്ത് പോയതാണ്. ഇപ്പോഴത്തെ 3ാമത് ഒരു ലൈംഗിക അതിക്രമ പരാതി ഉയരുന്നു എന്നുള്ളതാണ്. തടഞ്ഞു വയ്ക്കലൊപ്പം തന്നെ ലൈംഗിക അതിക്രമ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് രഞ്ജിത്തിനെ എത്തിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ വൈദ്യപരിശോധനയ്ക്കായി ഇങ്ങോട്ട് ജനറൽ ആശുപത്രിയിലേക്ക് കയറ്റിയ സമയത്താണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദവും ECGയിൽ വേരിയേഷനും കാണുകയും ഇവിടെ കടത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് നടപടികൾ ഇനി ഈ ആശുപത്രിയിൽ തന്നെ വെച്ചിട്ടായിരിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഒപ്പം നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഒരു
ഇടതുപക്ഷ സഹയാത്രികനൊക്കെ ആയിട്ടുള്ള രഞ്ജിത്ത്, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള ആയിരുന്ന രഞ്ജിത്ത് സ്ഥാനമൊക്കെ പിന്നീട് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയായി ഉയർന്നു വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് വളരെ രഹസ്യമായി 2 ദിവസം കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് അതിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ പിന്നെ ഇത് ക്യാരവാനിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ് എങ്കിൽ തന്നെയും മാനഭംഗം, ലൈംഗികാതിക്രമം, അശ്ലീല ആംഗ്യം കാണിക്കൽ, തടഞ്ഞുവെക്കൽ ഈ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിനൊക്കെ തെളിവുകൾ ശേഖരിക്കുക എന്നതിൽ ചില പ്രയാസങ്ങളുണ്ട്. എന്നാൽ സഹപ്രവർത്തകരുടെയൊക്കെ മൊഴിയെടുക്കാനാകും. ഇതിൽ എത്ര സഹപ്രവർത്തകർ മൊഴി നൽകാൻ തയ്യാറാകും എന്ന ചോദ്യമുണ്ട്. മാത്രവുമല്ല, ഇവിടെ മുൻപ് നൽകിയിരുന്ന അല്ലെങ്കിൽ മുൻപ് വന്നിരുന്ന 2 ആരോപണങ്ങൾ കൂടിയുണ്ടല്ലോ. ഇതൊക്കെ ഈ കേസിൽ എത്രത്തോളം നിർണായകമാകും? ക്രിസ്റ്റീന, ജനുവരി 8-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ഒരു കാരവനിൽ വെച്ച് ഇത്തരത്തിലുള്ള അതായത് കാരവനിലേക്ക് ഒരു ഡിസ്കഷന് വേണ്ടി വിളിച്ചു വരുത്തി അവിടുന്ന് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പരാതിയുടെ ഒരു കാതൽ. പക്ഷേ ഇങ്ങനെ ഒരു പരാതി പൂർണ്ണമായും നിഷേധിക്കുകയാണ് രഞ്ജിത്ത്. അപ്പോൾ അവിടെ അത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുകയും ICC അത് ചർച്ച ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം വളരെ കൂടുതലാണ്. കാരണം അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടും എത്രത്തോളം ഒരു നടപടി അവിടെ നിന്നുണ്ടായി എന്നുള്ളതുണ്ട്. ഒരു പക്ഷേ അതിൽ വേണ്ടത്ര ഒരു നടപടി ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം പിന്നീട് DGPക്ക് ആ പരാതി കൈമാറുകയും അതൊരു പോലീസ് നടപടിയായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് ആ പെൺകുട്ടി തീരുമാനിക്കുകയും ചെയ്തതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം. പിന്നീട് ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുൻപ് 2 കേസുകൾ ഉയരുന്നു. ഒന്ന് ബംഗാളി നടിയുടെ ഒരു പരാതി വരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ രീതിയിൽ ഒരു ബോംബ് പൊട്ടുന്ന പോലെ തന്നെയായിരുന്നു സിനിമാ മേഖലയിൽ മീട്ടു ആരോപണങ്ങൾ തുടരെ വരുന്നു. അതിൽ രഞ്ജിത്തിനെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. 2 ആരോപണങ്ങൾ പ്രധാനമായും വന്നു. പിന്നീട് അത് കോടതി നടപടികളിലൊക്കെ എത്തി അത് റദ്ദാക്കുകയായിരുന്നു. അതിൽ നിന്ന് അവർ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പരാതി നൽകിയവർ പിന്മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ 3ാമത്തെ കേസാണ് ലൈംഗികാതിക്രമ പരാതിയിൽ എടുത്തിരിക്കുന്നത്. ഇതിന് ഇനിയിപ്പോൾ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പെൺകുട്ടി വളരെയേറെ ട്രോമ അനുഭവിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ വലിയ ട്രോമ അനുഭവിച്ചിരുന്നു. മാനസികമായിട്ടുള്ള സംഘർഷം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒത്തുതീർപ്പില്ലാത്ത രീതിയിൽ ഒരു രഹസ്യ സ്വഭാവത്തിലേക്ക് അതിൻ്റെ മറ്റ് നടപടികളൊക്കെ പോയത്. കാരണം ഒരു മുൻകൂർ ജാമ്യം എടുക്കാനോ അല്ലെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് മാറാനോ ഒന്നുമുള്ള ഒരു സാവകാശം നൽകാത്ത ഒരു നടപടി ഈ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഈ പെൺകുട്ടി അത്രയും മാനസികമായിട്ടൊരു സംഘർഷം അനുഭവിച്ചിരുന്നു എന്നുള്ളത് അവരുടെ രഹസ്യമൊഴിയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരു പക്ഷേ അതുകൊണ്ടുകൂടിയായിരിക്കാം വളരെ വേഗത്തിലുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇനി മറ്റ് തെളിവുകൾ ശേഖരിക്കണമെങ്കിൽ ഈ സിനിമാ സെറ്റിലുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുകയും അതിൽ കുറച്ചുകൂടി ഒരു വ്യക്തത പോലീസിന് വരുത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ പരാതി നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഉദയംപേരൂർ SHOയ്ക്കാണ് അതിൻ്റെ അന്വേഷണ ചുമതലയുള്ളത്. ഒപ്പം തന്നെ നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. DCPക്കാണ്, അശ്വതി ജിജിക്കാണ് പ്രത്യേക അന്വേഷണ ചുമതലയും നൽകിയിരിക്കുന്നത്. അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗൗരവമായിട്ടുള്ള ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടേക്ക് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്നലെ രാത്രി തന്നെ ഒരു പക്ഷേ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യത, മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതിനിടയിലാണ് പെട്ടെന്ന് രക്തസമ്മർദ്ദവും ECG വേരിയേഷൻ കാണുകയും രഞ്ജിത്തിനെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് നടപടികൾ ഒരു പക്ഷേ ആശുപത്രിയിൽ വെച്ചായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതും തീർച്ചയാണ്. സംവിധായകരുടെ സംഘടനയിൽ ഫെഫ്കയിലും അതുപോലെ തന്നെ അമ്മയിലുമൊക്കെ സജീവ ഒരു മെമ്പറായി നിൽക്കുന്ന ഒരാളാണ് കൂടിയാണ് രഞ്ജിത്ത്. മലയാള സിനിമയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകനാണ്. ഇപ്പോൾ 3ാമത്തെ പരാതിയിൽ അത് അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ രഹസ്യമായിട്ട് തന്നെ അതിൻ്റെ എല്ലാ നടപടികളും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം. അതും ഒരു തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രചാരണ മൂർധന്യാവസ്ഥയിലും. ക്രിസ്റ്റീന. തീർച്ചയായും വിപിൻ, മുമ്പ് കഴിഞ്ഞ വർഷം ഏതാണ്ട് മാർച്ചിൽ തന്നെയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നതുമൊക്കെ. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഈ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. അപ്പോഴെല്ലാം ആ ഘട്ടത്തിലും ഇടതുപക്ഷ നേതാക്കൾ ഈവൻ നമ്മുടെ സാംസ്കാരിക മന്ത്രി അടക്കം രഞ്ജിത്തിനെ പ്രശംസിച്ചതൊക്കെ ഒരു ഘട്ടം വിവാദവുമായതാണ്. ഇപ്പോൾ കൂടുതൽ കേസ് വരുന്നു, അല്ലെങ്കിൽ പുതിയൊരു പരാതി വരുന്നു. ഈ വിവാദങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ, അതിൻ്റെ വിവാദങ്ങളൊന്നും കെട്ടടങ്ങിയ സമയത്താണ് ഇപ്പോൾ വീണ്ടും ഒരു പരാതി വരുന്നത്. ഇത് സിനിമാ മേഖലയിൽ ഉണ്ടാക്കുന്ന ഞെട്ടൽ ചില്ലറയല്ല.
അതെ, തീർച്ചയായിട്ടും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഈ മീട്ടു ആരോപണങ്ങൾ തുടരെ വന്ന ഒരു സമയം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് രഞ്ജിത്തിനെതിരെ പരാതി ഉയരുകയും ആ പരാതിയിൽ വേണ്ടത്ര നടപടികളില്ല, അതൊരു മെല്ലെപ്പോക്കിലേക്ക് മാറുന്നു എന്നുള്ളത് പലതവണ വിമർശനത്തിന് ഇടയാക്കിയതാണ്. ഏറെ ഒരു കോലിളക്കം സൃഷ്ടിച്ച, ഏറെ വിവാദമായതിനു ശേഷമാണ് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ രഞ്ജിത്തിനെ മാറ്റി നിർത്തിയത്. അത് രഞ്ജിത്ത് വെല്ലുവിളിക്കുകയും പിന്നീട് അതിനെതിരായിട്ട് വരികയും അങ്ങനെ അവസാന നിമിഷത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ മാറ്റാൻ സർക്കാർ തയ്യാറായത്. പക്ഷേ ഇപ്പോഴൊരു തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതലായി വലിയ വിവാദങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം സർക്കാരിൻ്റെ ഒരു ദ്രുതഗതിയിലുള്ള നടപടി, അത് പോലീസിനെ ഉപയോഗിച്ചുള്ള വളരെ ദ്രുതഗതിയിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഒരു ഇടത് സഹയാത്രികൻ എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം വളരെ സജീവമായി തന്നെ പാർട്ടി വേദികളിൽ എത്തിയിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾ എല്ലാ കാലത്തും UDF ഒക്കെ ഉയർത്തുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ മൂന്നാമത്തെ കേസ് അത് അറസ്റ്റിലേക്കും മറ്റ് അത് കുറച്ചുകൂടി ഗൗരവമുള്ളാവുന്നതും പോലീസ് ഇവരുടെ രഹസ്യമൊഴി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ മാർച്ച് 27 ഈ പരാതി ലഭിച്ചത്. ഇന്നിപ്പോൾ ഏപ്രിൽ 1 ഉള്ളൂ. അപ്പോഴേക്കും അത് അറസ്റ്റിലേക്ക് എത്തുന്നു. വാഹനം തടഞ്ഞു നിർത്തി രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നു. തൊടുപുഴയിൽ വെച്ചായിരുന്നു. അദ്ദേഹം ചലച്ചിത്ര താരങ്ങൾക്കൊപ്പം, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചലച്ചിത്ര താരങ്ങൾക്കൊപ്പം അവിടുന്ന് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു പക്ഷേ കോട്ടയത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ തൊടുപുഴയിൽ വെച്ച് പിടികൂടുകയായിരുന്നു. അവിടെ നിന്നും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കൊച്ചിയിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമാ മേഖലയെ സംബന്ധിച്ചൊരു അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞതുപോലെ തന്നെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ ശേഷം കുറച്ച് കാലങ്ങളായി തന്നെ വലിയ പ്രതിസന്ധികളില്ലാതെ മലയാള സിനിമ പോകുമ്പോഴാണ് ഇപ്പോൾ മറ്റൊന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടനകൾ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതും ഈ WCC ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ വളരെ ഇനിയുള്ള മണിക്കൂറുകളിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഗോകുൽ, വിപിൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കുറച്ചുനാൾ മലയാള സിനിമയിൽ നിന്ന് ഈ മട്ടിലുള്ള ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അമ്മയുടെ തലപ്പത്തേക്ക് വരെ സ്ത്രീകൾ എത്തുന്നു, സ്ത്രീകൾ പല തീരുമാനങ്ങളും എടുക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഒരു സുരക്ഷിത കാലമെന്ന് തോന്നിപ്പിക്കുമ്പോഴാണ് മുൻപ് ആരോപണ വിധേയനായ ഒരു വ്യക്തി വീണ്ടും ഇതേ മട്ടിൽ ഉള്ള ഒരു കേസിൽ അറസ്റ്റിലാകുന്നത്. അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് എത്രത്തോളം നിർണായകമാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഈ കേസിന്റെ മറ്റു നീക്കങ്ങൾ? അതെ ക്രിസ്റ്റീന, ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ നമുക്കറിയാവുന്ന പോലെ തന്നെ പാലക്കാട് കൗൺസിലർക്കെതിരെ ഇത്തരത്തിലൊരു ലൈംഗികാരോപണം വരുന്നു. അതിന് പഴയ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസൊക്കെ CPM വലിയ ചർച്ചയാക്കുന്ന ഒരു ഘട്ടമാണ്. അത് ഈ തിരഞ്ഞെടുപ്പിലെ ഒരു പ്രചാരണ ആയുധം തന്നെയായി മാറുന്ന ഒരു സമയത്താണ് രഞ്ജിത്തിനെ പോലെ ഇടത് സഹയാത്രികനായ വളരെ സജീവമായി തന്നെ പാർട്ടിക്കൊപ്പം നിന്നിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റിലാവുന്നത് എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം DGPക്ക് പരാതി ലഭിച്ചു എന്നുള്ളത് ഘട്ടത്തിൽ തന്നെ DGPക്ക് ഇങ്ങനെ ഒരു മെയിലായിട്ടാണ് ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു പരാതി ലഭിച്ചപ്പോൾ തന്നെ അത് കൊച്ചി കമ്മീഷണർക്ക് കൈമാറുന്നു. കൊച്ചി കമ്മീഷണറിൽ നിന്ന് അത് DCPക്ക് കൈമാറുന്നു. അത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. ആ അന്വേഷണത്തിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ കടക്കുന്നു. പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയും അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം രഞ്ജിത്ത് എവിടെയെന്നുള്ളത് കൃത്യമായ റഡാറിൽ വയ്ക്കുന്നു. രക്ഷപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തൊടുപുഴയിൽ വെച്ച കാറ് തടഞ്ഞുകൊണ്ട് ഒരു അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ രഞ്ജിത്ത് കേരളത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയോ അവിടെ നിന്നും അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്വാഭാവിക നടപടിയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ അതിൽ നിന്നൊക്കെ മാറി പോകുന്ന വഴിക്ക് തന്നെ വാഹനം തടഞ്ഞു നിർത്തുകയും തൊടുപുഴയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ആ രാത്രിക്ക് തന്നെ കൊച്ചിയിലേക്ക് എത്തിച്ച് മറ്റ് നടപടികളിലേക്കും കടക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗൗരവം കാണിക്കുകയാണ്. കാരണം ഈ പെൺകുട്ടി അത്രത്തോളം ഒരു ട്രോമയിലേക്കും മാനസിക സംഘർഷത്തിലേക്കും പോയി എന്ന് പറയുമ്പോൾ അവർ അനുഭവിച്ചൊരു വേദന വളരെ വലുതായിരിക്കും. വളരെ ആ ഒരു സിറ്റുവേഷൻ കടന്നു പോകാൻ വളരെ പ്രതിസന്ധിയായിരിക്കും. അതുകൂടി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇതൊരു വലിയ പ്രശ്നമായി ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് മാറും എന്നുള്ളത് കൂടി കണ്ടുകൊണ്ടായിരിക്കാം സർക്കാരിൻ്റെ ഏറ്റവും ദ്രുതഗതിയിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദവും വേരിയേഷനും ECG വേരിയേഷനും കാരണം ഇപ്പോൾ ആശുപത്രിയിൽ നടൻ സംവിധായകനുമായ രഞ്ജിത്തിനെ ഹാജരാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി ഇവിടെ വന്നായിരിക്കാം മറ്റ് നടപടികളിലേക്ക്, അതായത് മജിസ്ട്രേറ്റ് ഇവിടെ വന്ന് അത് രേഖപ്പെടുത്തുകയും മറ്റ് നടപടികളിലേക്ക് പോകുമോ എന്നുള്ളത് അറിയുന്നത്. സ്വാഭാവികതയിൽ ഇപ്പോൾ ജാമ്യം ലഭിക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തുടരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.